ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ലഞ്ച് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് മാംഗോ പുളിശ്ശേരി, മാങ്ങ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, പഴുത്ത മാങ്ങ പുളിശ്ശേരി, പിന്നെ ഫിഷ് കറി, നമ്മൾ നെയ്മീനും ഉണ്ട്, പിന്നെ ചുമന്ന മീൻ ഫ്രൈ ഉണ്ട്. ചുമന്ന മീനിന്റെ ഫ്രൈയുടെ പേര് നമ്മുടെ അവിടെ ചെങ്കലവ, വേറെ ആൾക്കാർ കിളിമീൻ എന്ന് പറയും. പിന്നെ കിളി ഫിഷ് കറി, പിന്നെ നമ്മൾ ചീനി വേവിച്ചത്. നമ്മൾ മാങ്ങ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മധുരമുള്ള മാങ്ങയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, ഇതിന്റെ ഒരു മാങ്ങ ഞാൻ കഴിച്ചായിരുന്നു, അത് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ അല്ല നമ്മൾ ഫുള്ള് ആയിട്ട് ഇടേണ്ടത്. ഞാൻ പിന്നെ ഇങ്ങനെ ഒരെണ്ണം കഴിച്ചോണ്ട് ഇനി ഒരെണ്ണം അല്ലേ ഉള്ളു, അതുകൊണ്ട് ഞാൻ പിന്നെ അരിഞ്ഞായിട്ട് ഇട്ടേക്കുന്നേ. അപ്പൊ ഇനി നമുക്ക് ഈ മാങ്ങ ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വെക്കാം, ബോയിൽ വരണം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മാങ്ങ ഇടാം. നമുക്കിനി ഈ മാങ്ങയ്ക്കകത്ത് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ എന്താ ഇടുന്നത്, കുറച്ച് വെള്ളം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാം. നമുക്ക് ഇത്രയല്ല, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാലേ മാമ്പഴ പുളിശ്ശേരിക്കകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ആവത്തുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടണം. കുറച്ച് മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമ്മൾക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. നമുക്ക് ഇത്രയും മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇടാം. ഇനി കുറച്ച് ഉപ്പും 2 പച്ചമുളകും കൂടി ഇടാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട്, കൂടി പോയിട്ടുണ്ടായിരിക്കും, ആരും കെയർ. ഇപ്പം ഇതിലേക്ക് ഇട്ടേക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇട്ടേക്കുന്നത്. ഒരു പീസ് ശർക്കരയും കൂടി ഇടും, മധുരത്തിന് വേണ്ടിയിട്ട് ഒരു പീസ് ശർക്കര ഇട്ടിട്ടുണ്ട്. പുളിശ്ശേരിക്ക് വേണ്ട ഇനിയിപ്പം ആ കോക്കനട്ട് കുറച്ച്, ഇനിയിപ്പം എന്താ നമുക്ക് കുറച്ചിങ്ങനെ, ഇത് ഫ്രോസൺ ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഇട്ടു, വെള്ളം ഒഴിച്ചു. ഇനി ഒരു വെളുത്തുള്ളി ഇടാൻ പോവാണ്. ഞാൻ വെളുത്തുള്ളി ഇട്ടു. ഈ പേസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഇതിലേക്ക് കോക്കനട്ട് ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, ഉള്ളി ഇട്ട്, പിന്നെ നമ്മള് എന്താ ജീരകപ്പൊടി ഇട്ട്, പിന്നെ കുറച്ച് ഉപ്പിട്ടില്ല, മഞ്ഞപ്പൊടി ഇട്ടു. നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഞാന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് വേണ്ട, നമുക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ ആക്കണം. തോന്നുന്നതിനും അത് ആയെന്ന് തോന്നുന്നു. നമുക്ക് ഈ മാങ്ങ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചേക്കുന്ന അരപ്പും കൂടി ഇട്ട് ഇനി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമേ യോഗേർട്ട് ഇടാവൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൈഡിലായിട്ട് കടുകും കൂടെ വറുക്കുന്നുണ്ട്. പണ്ട് ഞാൻ ഇതെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ യോഗേർട്ട് ആദ്യമേ ഇട്ടിട്ട് ഇത് പിരിഞ്ഞു പോയി, അതുകൊണ്ട് അതിനുശേഷം ലാസ്റ്റ് മാത്രമേ യോഗേർട്ട് ഒഴിക്കാറുള്ളൂ. അത് യോഗേർട്ട് ഒഴിച്ച് കടുക് അപ്പം തന്നെ ഇട്ടിട്ട് നമ്മൾ മാറ്റി വെക്കും. അടുത്തത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മസാല എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെനിക്ക് കറക്റ്റ് എപ്പോഴാണ് കരിഞ്ഞു പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ കരിയുന്നതിന് മുമ്പായിട്ട് മാറ്റിയാൽ മതി. കരിയുന്നത് കറുത്ത കളർ വരുമ്പോഴത്തേനും കരിഞ്ഞെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അടുത്ത പാനിലോട്ട് ഞാൻ കടുക് വറുത്തു, പിന്നെ ഈ അരച്ച അരപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. പുളിയും ഒഴിച്ചായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് റൈസും കൂടെ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുളി ഒഴിച്ച വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം. പിന്നെ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും കുക്കായെന്ന് വിചാരിക്കാം. ഇത്രയും കളർ വന്നേക്കുന്നത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കുറേ വാരി ഇട്ടു. അപ്പം നല്ല കളറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇളക്കി ഫിഷിൻ്റെ മൊത്തം പൊടിഞ്ഞും പോയി, എവിടെയോ ഒരു ചെറിയ കയ്പുണ്ട്. ഇനി നമുക്ക് ചീനി കുക്കാക്കാൻ വേണ്ടിയിട്ട് ചീനിയും പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കുക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റൈസും സെറ്റായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെള്ളമില്ലാതെ വരുന്നത്. പിന്നെ ഫിഷ് ഫ്രൈക്കായിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ട അത്രയും ഫിഷ് എടുക്കുക, പിന്നെ മസാല ആക്കി വെക്കുക. ഞാൻ എടുത്തേക്കുന്ന മസാല ഗാർലിക്ക്, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം മസാല ആക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചീനി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും വറുത്ത് ഇടിച്ച് പിരിഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചു. പിന്നെ പൊട്ടറ്റോ ഫ്രൈക്കായിട്ട് ഞാൻ പൊട്ടറ്റോ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെന്താ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയൊക്കെയാണ്. മീൻകറി, പിന്നെ മാമ്പഴ പുളിശ്ശേരി, ഫിഷ് ഫ്രൈ, ചീനി, പൊട്ടറ്റോ തോരൻ. പക്ഷെ അതും ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.